ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ജർമ്മൻ സെന്റൻസ് സ്ട്രക്ചറിന്റെ പാർട്ട് 2ലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജർമ്മൻ സെന്റൻസ് സ്ട്രക്ചറിന്റെ ഒരു യാത്രയിൽ ഒരു പടിയും കൂടിയും എന്നെ വളർത്തിയ ഒരു റൂളിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളത് കാണാനായിട്ട് ശ്രമിക്കുക. റൂളിന്റെ പേര് ഇതാണ്, ചെക്കാമോലോ റൂൾ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ടെക്കാമോലോ എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഒരു വാക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. ചെക്കാമോലോ ഇസ് എ സിമ്പിൾ റൂൾ ടു ഓർഗനൈസ് വേർഡ് ഓർഡർ ഇൻ ജർമ്മൻ സെന്റൻസ്. ജർമ്മൻ സെന്റൻസിൽ ഒരു വേർഡ് ഓർഡർ ഉണ്ട്. പല രീതിയിൽ നമ്മളതിൽ പറയും. അതിലൊരു റൂളാണ് ചെക്കാമോലോ. അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ സെക്കൻഡ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് മേക്ക് സെന്റൻസസ് സൗണ്ട് നാച്ചുറൽ ആൻഡ് ക്ലിയർ. നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടും പറയാൻ ഈ ഒരു റൂള് നമ്മളെ സഹായിക്കും. പിന്നീട് എസ്പെഷ്യലി യൂസ്ഫുൾ വെൻ ആഡിങ് എക്സ്ട്രാ ഇൻഫർമേഷൻസ്. നമ്മൾ സബ്ജക്റ്റും വെർബും കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ സെന്റൻസിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൂള് നമ്മളെ ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചെ ഖ മോ ലോ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. ചെ ഖ മോ ലോ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയൊരു വേർഡിന്റെ ചെറിയ ഷോർട്ട് ഫോം ആണ്. അങ്ങനെയാണ് നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ചെ എന്ന് പറയുന്നത് ടെമ്പോറാൽ എന്നാണ് നമ്മൾ പറയാം. ടെമ്പോറാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ, അതായത് സമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് ടെമ്പോറാൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കൗസാൽ. കൗസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്ന ചോദ്യമാണ്. ഒരു കാരണത്തെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ നിൽക്കുകയാണ്, ഒരു കാരണത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തേർഡ് വൺ മോഡാൽ എന്നാണ് പറയാ. ഇതൊരു ഹൗ, എങ്ങനെ, ഏത് മാനറിൽ എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് ഇത് വരും. ദ ഫോർത്ത് വൺ ലോക്കാൽ. വേർ ടു, പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആയിരിക്കും ലോക്കാലിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു ബോക്സിലേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം എഴുതിയിരിക്കുന്നത് ചെ, നേരത്തെ നമ്മൾ കണ്ട ടെമ്പോറാലാണ്. ഇതെപ്പോഴും മീനിങ് എന്ന് പറയുന്നത് സമയവുമായിട്ട് ബന്ധപ്പെട്ട്, ജർമ്മനിൽ പറഞ്ഞ ദി സൈറ്റ്, സമയവുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എക്സാമ്പിൾ അവിടെ വരുന്നൊരു ചോദ്യം വൺ എന്ന് പറയുന്നൊരു ചോദ്യമാണ്. വെൻ എന്ന് പറയുന്ന ചോദ്യം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോയ്റ്റ്, ഇന്ന്, ആ മോൺടാഗ്, ഓൺ മൺഡേ, ഇങ്ങനെ പറയുന്ന സമയവുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ഇൻഫർമേഷൻസ് വരുമ്പോൾ ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ടെമ്പോറാൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ക എന്ന് കൊടുത്തിരിക്കുന്നത് കൗസാൽ എന്ന് പറയുന്ന റീസണിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ജർമ്മനിൽ നമുക്കറിയാം വേർഡ് ദ ഗ്രൂണ്ട് എന്ന് പറയും. ഒരു കാരണത്തെ, ഒരു കാരണം എന്താണെന്ന് പറയാൻ. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ഉള്ള പ്രാധാന്യമുണ്ട്. വറും എന്നുള്ള ചോദ്യമാണ്. വറും, വൈ, എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ട് എന്ന് പറയുന്നതിലേക്കാണ് ഈ ഒരു പാർട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേഗൻ ദെയർ ക്രാങ്ക്ഹൈഡ് ഡ്യൂ ടു ദ സിക്നസ്. ഓക്കെ, നമ്മുടെ രോഗം കാരണം, ഓക്കെ, രോഗം കാരണത്താൽ എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് മോഡാൽ, മാനർ ആണ്. ഓക്കെ, എന്ത് രീതിയിൽ, അത് നമ്മൾ ജർമ്മനിൽ പറയുകയാണെങ്കിൽ ദി ആർട്ട് ഉണ്ട് വൈസ് എന്ന് പറയും. ക്ലിയർ? അപ്പൊ അതിൽ നമുക്ക് നോക്കാം. വി, എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കാം. മിറ്റ് ദം ബുസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ യാത്ര ചെയ്യുന്നു? മിറ്റ് ദം ബുസ്, എങ്ങനെ ചെയ്യുന്നു? വളരെ വേഗത്തിൽ. അപ്പോൾ എങ്ങനെ എന്ന് പറയുന്ന ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കണ്ടിരിക്കുന്ന മോഡാൽ. ദെൻ ഫൈനൽ പാർട്ടിലേക്ക് വരികയാണ്. ലോ എന്ന് പറയുന്നത് ഒരു പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടത്. ലോക്കാൽ എന്ന് പറയുമ്പോൾ എപ്പോഴും വരുന്നത് ഒരു പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മളവിടെ ദ ഓട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. അവിടെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം. പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? വോ, വോഹയ, വോഹിൻ. അതിന്റെ അർത്ഥങ്ങൾ നമുക്കറിയാം. വോ, വെയർ, വോഹയ, ഫ്രം വെയർ എന്ന് പറയാം. വോഹിൻ, വെയർ ടു, എവിടേക്ക്. ഓക്കെ, എവിടെ നിന്ന് എവിടേക്ക്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ലോക്കാൽ ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഇം ക്രാങ്കൻ ഹൗസ്, സു ഹൗസ്. ഒരു സെന്റൻസ് വെച്ച് നമുക്കിത് പഠിച്ചാലോ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. സെന്റൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സെന്റൻസ് സ്ട്രക്ചർ പാറ്റേൺ ആണ്. എങ്ങനെയാണ് ചെക്കാമോലോന്റെ ഒരു സെന്റൻസ് സ്ട്രക്ചർ പാറ്റേൺ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് സബ്ജക്റ്റിൽ നിന്നാണ്, പിന്നീട് വരുന്നത് വെർബാണ്, പിന്നെ ചെക്കാമോലോ എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് വരും. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെർബ് എപ്പോൾ എവിടെയായിരിക്കണം?
സെക്കൻഡ് പൊസിഷനിലായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കി വരുന്ന ഇൻഫോർമേഷൻസ് ആയിരിക്കും ചെക്കാമോളോ ഓർഡറിൽ നമ്മൾ എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെർബ് കഴിഞ്ഞു വരുന്ന ചെക്കാമോളോന്റെ ഓർഡർ ചെക്ക് എന്ന് പറയുന്ന ടെമ്പോറൽ ഫസ്റ്റ് പൊസിഷനിൽ വരണം, കൗസാൽ സെക്കൻഡ് പൊസിഷനിൽ വരണം, അടുത്തത് മോഡാലിന്റെ ഇൻഫോർമേഷൻസ് തേർഡ് പൊസിഷൻ ആൻഡ് ഫോർത്ത് പൊസിഷൻ. ഇങ്ങനെ ഒരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് നമുക്കൊന്ന് വായിക്കാം. ഇഷ് ആർബൈറ്റ് ഹോയ്റ്റ് മിറ്റ് ഫ്രോയിഡ് ഇം ക്രാങ്കൻഹൗസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സാമ്പിളോട് കൊടുത്തിരിക്കുന്ന മീനിങ് ഇതാണ്: ഐ എം വർക്കിംഗ് ടുഡേ വിത്ത് ജോയ് ഇൻ ദ ഹോസ്പിറ്റൽ. ഒത്തിരി ആനന്ദത്തോടു കൂടി ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സെന്റൻസ് നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് ഇതിനെ ചെക്കാമോളോയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ദ ഫസ്റ്റ് വൺ ഈഷ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്ട്. നമുക്കറിയാം ആർബൈറ്റ് ഈസ് എ വെർബ്. അപ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്ട് പ്ലസ് വെർബ്. ഇനി നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ പാർട്ട് ഹോയ്റ്റ്. ഓക്കെ, ഹോയ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോയ്റ്റ് ഇവിടുത്തെ എന്താണ്? യെസ്, ടെമ്പോറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇന്ന്, എപ്പോൾ, അല്ലെ വൺ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഇവിടെ വരണേ അല്ലെ. വൺ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് വരുന്നു. നെക്സ്റ്റ് വൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? മിറ്റ് ഫ്രോയിഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരു മോഡാലാണ്. അപ്പം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ചോദിച്ചിരിക്കുന്നത് വി, എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരാം. ഇം ക്രാങ്കൻഹൗസ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ലോക്കൽ ഇൻഫോർമേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എവിടെ എന്ന് പറയുന്ന വു എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇവിടെ വന്നു. അപ്പൊ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇവിടെ കൗസാൽ വന്നില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ സെന്റൻസിലും 4 ഇൻഫോർമേഷൻസും വരേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ഒരു പ്രയോഗിക്കുന്ന ഇതനുസരിച്ച് നമുക്ക് മാറ്റിയും തിരിച്ചും എഴുതാനായിട്ട് പറ്റും. ക്ലിയർ? ഇവിടെ വന്നിരിക്കുന്നത് ചെക്കാമോളോന്റെ ചെ മോ ലോ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഇതിൽ കൗസാൽ വരുന്നുണ്ട്. കൗസാലിന്റെ ഇൻഫർമേഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് എഴുതിയിട്ടില്ല? കൗസാലിന്റെ എഴുതിയിട്ടില്ല. അപ്പോൾ എന്താ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് വന്നു, വെർബ് വന്നു. ചെക്കാമോളോന്റെ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന, പറയാൻ അറിയിക്കുന്ന ഇൻഫർമേഷൻസ് എവിടെ ചെയ്യണം? ഈ പറയുന്ന സെന്റൻസിൽ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, നമുക്ക് ഒരു 3 സെന്റൻസ് കൂടി നോക്കാം. ദ ഫസ്റ്റ് വൺ ഇഷ് എസ് മോർഗൻസ് വേഗൻ ദെയർ ഡിയറ്റ് ലാങ്സാം സു ഹൗസ്. അതിന്റെ മീനിങ് കൊടുത്തിരിക്കുന്നു: ഐ ഈറ്റ് സ്ലോലി അറ്റ് ഹോം ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഓഫ് ദ ഡയറ്റ്. വളരെ പതുക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? രാവിലെകളിൽ, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് എപ്പോഴാണ്? രാവിലെ വളരെ പതുക്കെയാണ് ഞാൻ ഡയറ്റ് അനുസരിച്ച് വളരെ പതുക്കെയാണ് എൻ്റെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇതിലെങ്ങനെയാണ് ചെക്കാമോളോ വർക്കൗട്ട് ആണോ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ നമുക്കറിയാം സബ്ജക്ട് വെർബ്. ഈ സെൻറ്റൻസിൽ എപ്പോഴും വെർബ് സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. മോർഗൻസ് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം വൺ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന്റെ ഇൻഫോർമേഷൻ. അപ്പൊ നമുക്കറിയാം എന്താ? ടെമ്പോറൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ്. ദ സെക്കൻഡ് വൺ വേഗൻ ദെയർ ഡയറ്റ്. എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. വറും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു റീസൺ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? അപ്പൊ ഇത് എന്തിലാ വരിക? കൗസാൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇനി അടുത്ത് നോക്കാം. ലാങ്സാം എന്ന് പറയുമ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? സ്ലോലി. എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്? അപ്പൊ എങ്ങനെയാ? അപ്പൊ അതെന്താ ചോദ്യം വരണേ? വി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇവിടെ വരണേ. അപ്പൊ അതെന്തായിട്ട് വരും? മോഡാൽ എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷനിലേക്ക് അതിനെ ലീഡ് ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് സു ഹൗസ്, ഗോ. എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ അതെന്തായിട്ട് വരും? ലോക്കൽ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസിലെ ചെക്കാമോളോന്റെ 4 ഇൻഫോർമേഷൻസും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എന്ത് കാരണം കൊണ്ടാണ് പതുക്കെ കഴിക്കണമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തിനു ഒഴിവാക്കാം? ഈ പറയുന്ന വേഗൻ ദെയർ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഡിയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ എല്ലാ ദിവസവും രാവിലെ എന്നുള്ളത് എനിക്ക് പറയണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ഒഴിവാക്കിയിട്ട് ഇഷസ് വേഗൻ ദെയർ ഡിയറ്റ് ലാങ്സാം സു ഹൗസ് എന്ന് പറയാം. വീട്ടിൽ ഇരുന്ന് കഴിക്കുന്ന ഇൻഫർമേഷൻ പറയണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാം. ഡിപ്പെൻസ്. നമ്മൾ എങ്ങനെയാണോ ഇൻഫർമേഷൻ മറ്റൊരാളോട് പറയാനും ഒരാളോട് എഴുതി അറിയിക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് മാറ്റാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അടുത്ത സെന്റൻസിലേക്ക് പോവാം, പെട്ടെന്ന് പോവാം. ദി കിൻഡർ സബ്ജക്ട് സ്പീൽ ആൻഡ് വെർബ്. ഇനി നമുക്കറിയാം ആം നാക്മിറ്റാക് സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു ചെക്കാണ്. ഇനിയിപ്പോൾ നമുക്കറിയാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? അടുത്തത് കൗസാലാണ്. ഇതൊരു റീസൺ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ എങ്ങനെയാണ്? വളരെ ഉച്ചത്തിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്?
മൂഡാലാണ്. ദെൻ ഗാർട്ടൻ ഈസ് ലോക്കൽ. ക്ലിയർ? ചെക്കാമോളോന്റെ 4 ഇൻഫർമേഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സെന്റൻസിലേക്ക് വരാം. Wir haben gestern wegen des Regens ruhig im Zimmer gelernt. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ സെന്റൻസിൽ സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, വെർബ് പാർട്ട് ഉണ്ട്, ഇവിടെ പാർട്ടിസിപ്സ് വൈ ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് പാർട്ടിസിപ്സ് വൈ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റിന്റെ റൂൾ അനുസരിച്ച് ആ പെർഫെക്റ്റിന്റെ റൂളിന്റെ എന്ത് ചെയ്യണം, അത് നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്തിന്റെ ഇടയിൽ ഈ പറയുന്ന പാർട്ടിസിപ്സ് വൈന്റെയും സെക്കൻഡ് കോൺജുഗേഷൻ വെർബിന്റെ ഇടയിലായിരിക്കും ടിക്കാമോളോന്റെ ഓപ്ഷൻസ് വരും. നമുക്ക് നോക്കാം. ഗസ്റ്റൺ ടെമ്പോറലാണ്. വേഗൻസ് റേഗൻസ് എന്ന് പറയുന്ന ഏതാ വരിക? ക്ലിയർ, അതൊരു കൗസാലാണ്. ദെൻ നെക്സ്റ്റ് വൺ റൂഹിഷ്, വളരെ എങ്ങനെയാണ് പറയണേ, വളരെ ക്വൈറ്റ്ലി. അപ്പൊ എന്താ വരിക? യെസ്, ഇത് വി എന്ന് പറയുന്നതാണ്. അപ്പൊ അത് മോഡാലായിട്ട് വരും. ഇംസിമ്മർ എവിടെ വെച്ചിട്ടാണ്? ഇംസിമ്മർ. അപ്പൊ അതൊരു ലോക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഇതിൽ ഏത് ഇൻഫർമേഷൻസ് കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനനുസരിച്ച് നമുക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് സെന്റൻസ് സ്ട്രക്ചറിൽ ചെക്കാമോളോ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞു തരാം എങ്ങനെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് സ്മോൾ, ആഡ് ഓൺലി 1 or 2 പാർട്സ് ഫസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയാണ് ഇഷ് ഫാറ്, ഓക്കെ, ഞാൻ ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്നു ഒക്കെ പറയാണ്. ഇഷ് ഫാറ് മോർഗൻ നാക് ഡോയ്ച്ച്ലാൻഡ്. ഡോയ്ച്ച്ലാൻഡ് പറയാൻ അവിടെ പറ്റില്ല, കാരണം എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഫാറും പറ്റില്ല, അവിടെ ഫ്ലീഗൻ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ഫ്ലീഗൻ വെച്ച് ഉപയോഗിക്കാം. ഇഷ് ഫ്ലീഗ് മോർഗൻ നാക് ഡോയ്ച്ച്ലാൻഡ്. അപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെ ഉപയോഗിച്ചത്? സബ്ജക്റ്റ് വന്നു, വെർബ് വന്നു, പിന്നെ ഞാൻ ഉപയോഗിച്ചത് ടെമ്പോറലാണ്, പിന്നെ ഞാൻ ഉപയോഗിച്ചത് എന്താ? ലോക്കാലാണ്. അങ്ങനെ കുഞ്ഞ് രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യരുത്, ലോക്കാൽ മുന്നിൽ വന്നിട്ട് ടെമ്പോറാൽ പിന്നിൽ, ആ രീതിക്ക് അപ്പുറം എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒരു ചെക്കാമോളോ എന്ന് പറയുന്ന 1 2 3 4 ആ ഒരു മോഡ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത് പറയുന്നത് പ്രാക്ടീസ് ചേഞ്ചിങ് ദ ഓർഡർ. ഇത് ശരിക്കും നിങ്ങൾക്ക് തോന്നും ഇത്ര നേരം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിങ്ങനെ മാറ്റി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ക്ലിയർ, അങ്ങനെയും പറ്റും. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് യു മൂവ് ദ പ്ലേസ് ടു ദ ഫ്രണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഭാഗം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ഞാൻ ഒന്ന് തിരിച്ചു പറയാണ്. മോർഗൻ ഫാറെ ഈഷ് നാക് ഡോയ്ച്ച്ലാൻഡ്. അങ്ങനെയും പറയാമോ? അതും പോസിബിൾ ആണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയും നമുക്ക് പറയാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ വരണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം, ഫൈനൽ നോട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചെക്കാമോളോ ഈസ് നോട്ട് എ സ്ട്രിക്റ്റ് റൂൾ ബട്ട് എ ഹെൽപ്ഫുൾ ഗൈഡ് ലൈൻ. ശ്രദ്ധിക്കുക, ചെക്കാമോളോ എപ്പോഴും പാലിക്കണം എന്ന് പറയില്ല. നമ്മൾ ഇതെല്ലാം പഠിച്ച് ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോൾ ജർമ്മൻസ് ഈ പറയുന്ന ചെക്കാമോളോ ഓർഡറിൽ തന്നെ എല്ലാ സെന്റൻസുകളും പറയണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇതൊരു സ്ട്രിക്റ്റ് റൂൾ അല്ല. പക്ഷെ എന്താണ്, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സ്ട്രക്ചറിനെ ഓർഡർ ആക്കാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ഇതിനെ നമ്മൾ എടുക്കുക. ഇത് പല സ്ഥലങ്ങളിൽ ചില സമയത്ത് ജർമ്മൻ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ഒന്നാമത്തെ മോഡാൽ പറഞ്ഞിട്ട് ടെമ്പോറാൽ പറയും, അങ്ങനെ തിരിച്ചു മറിച്ച് ഉപയോഗിക്കും. പക്ഷെ നമ്മൾക്ക് സെന്റൻസ് സ്ട്രക്ചർ പഠിക്കാൻ എളുപ്പം ഈ ഒരു ഓർഡറിൽ ചെയ്തു തുടങ്ങുന്നത് ആയിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് യൂസ് ഇറ്റ് ടു ബിൽഡ് ക്ലിയർ ആൻഡ് വെൽ സ്ട്രക്ചർഡ് സെന്റൻസസ്. നമ്മുടെ ഇപ്പോഴുള്ള അറിവ് വെച്ച് നല്ല സെന്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ ഇത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. വിത്ത് പ്രാക്ടീസ് ഇറ്റ് വിൽ ബിക്കം നാച്ചുറൽ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടല്ലോ, എന്താണ് സമയത്തിന്റെ ഒരു കാര്യം പറയാണ്ട്, അതുപോലെ തന്നെ ഒരു ലോക്കലായിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ചെക്കാമോളോ അനുസരിച്ച് ടെമ്പോറാലും ലോക്കാലും, ടെമ്പോറൽ ആദ്യം വന്നു പിന്നെ ലോക്കാൽ വന്നു. അപ്പോൾ ഞാൻ സെന്റൻസ് ചിന്തിക്കാൻ ഇങ്ങനെ വരണം, സബ്ജക്റ്റ് വെർബ് ടെമ്പോറാലിൻ്റെ ഓപ്ഷൻ പറഞ്ഞു, പിന്നെ ലോക്കാൽ അവസാനം പറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സ് ചെയ്ത് അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെറിയ ചെറിയ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന നിങ്ങൾക്ക് വലിയ വലിയ സെന്റൻസുകളിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സെന്റൻസ് സ്ട്രക്ചറിന് എപ്പോഴും സഹായിക്കുന്നത് റീഡിങ് തന്നെയാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ കുഞ്ഞ് റീഡിങ് കാര്യങ്ങളൊക്കെ എടുക്കുക. യൂട്യൂബിലൊക്കെ കുറേ ബുക്സ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ യൂട്യൂബ് ബുക്സുകളും അതുപോലെ തന്നെ എന്താണ് നമുക്ക് PDF-കളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുട്ടി സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവും ജർമ്മൻ്റെ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു സ്റ്റോറികളൊക്കെ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെറുതെ വായിക്കുമ്പോൾ വായനയിലൂടെ സ്ട്രക്ചർ എന്താവും, ക്ലിയർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ആക്ടിവിറ്റി തരികയാണ്. ഈ സെന്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കണ്ട. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളിപ്പോൾ കേട്ടതിൻ്റെ അറിവ് വെച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്.
തെറ്റുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പാർട്ട് 3 നമ്മൾ പോകുന്നത് ഇങ്ങനൊരു ടോപ്പിക് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് ജർമ്മൻ സെന്റൻസ് സ്ട്രക്ചർ, അക്യൂസേറ്റീവ്, ഡാറ്റീവ് ആൻഡ് പ്രൊനൗൺസ് തുടരും. അപ്പോൾ നമ്മുടെ സെഷൻ ഇനിയും തുടരും. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരിക്കലും അടുത്ത പാട്ട് മിസ് ചെയ്യാതിരിക്കട്ടെ. ഒന്നാമത്തെ പാട്ട് കാണാത്തവർ അത് കാണുക. അങ്ങനെ നമുക്ക് ജർമ്മൻ സെന്റൻസ് സ്ട്രക്ചറിന്റെ ഒരു യാത്രയിലേക്ക് പിന്നെയും തുടരാം. ഓക്കെ, auf Wiedersehen.